നമസ്കാരം. തൃശൂർ ജൂബിലി മിഷൻ, അമല ആശുപത്രി എന്നിവിടങ്ങളിലെ മാനേജ്മെന്റുകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരം ശക്തമാക്കി UNA. സംസ്ഥാനത്തെ മറ്റു സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ അംഗീകരിച്ച വേതന വ്യവസ്ഥ കരാറിൽ ഒപ്പിടണമെന്ന നഴ്സുമാരുടെ ആവശ്യം മാനേജ്മെന്റ് പൂർണ്ണമായി തള്ളിയതോടെയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. മിനിമം വേതനത്തിന്റെ കാര്യത്തിൽ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടാകട്ടെ എന്ന നിലപാടിലാണ് നിലവിൽ ആശുപത്രി മാനേജ്മെന്റുകൾ. കഴിഞ്ഞ 3 മാസമായി ഈ 2 ആശുപത്രികൾക്ക് മുൻപിൽ വലിയ രീതിയിലുള്ള സമരം നടത്തിവരികയാണ് നഴ്സുമാർ. എന്നാൽ തങ്ങൾ നിലവിൽ മറ്റ് ആശുപത്രികളെക്കാൾ കൂടുതൽ ശമ്പളം നൽകുന്നുണ്ടെന്നാണ് ജൂബിലി അമല മാനേജ്മെന്റുകളുടെ വാദം. ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് നഴ്സുമാർ തൃശൂർ അതിരൂപത ബിഷപ്പ് ഹൗസിലേക്ക് വലിയ പ്രതിഷേധ മാർച്ച് നടത്തി. ബിഷപ്പ് ഹൗസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന നഴ്സുമാർ തങ്ങളുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിക്കുന്നതുവരെയോ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുവരെയോ സമരം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ്. പാതിരാത്രിയായാലും പുലർച്ചെയായാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നഴ്സുമാർ വ്യക്തമാക്കുന്നു. അതേസമയം നഴ്സുമാർ സമരം നടത്തുന്ന പ്രദേശത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫാക്കിയും നിരന്തരം ആംബുലൻസ് സൈറണുകൾ മുഴക്കിയും സമരം അട്ടിമറിക്കാൻ മാനേജ്മെന്റുകൾ ശ്രമിക്കുന്നതായി നഴ്സുമാർ പറയുന്നു. അതേസമയം സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് UNA നേതാവ് ജാസ്മിൻ ഷാ വ്യക്തമാക്കുന്നത്. ഈ സമരവും നീതി ലഭിക്കാതെ പിന്മാറില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: സർക്കാർ പ്രഖ്യാപിച്ചാൽ ശമ്പളം നൽകാമെന്ന് പറയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പിതാവെ അങ്ങ് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചത്? അതെന്നെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പ്രിയരെ, നമ്മുടെ സഹോദരങ്ങൾ തെരുവിൽ പോരാടുകയാണ്. തൃശ്ശൂരിലേക്ക് വരിക. ഞാനും പുറപ്പെട്ടു കഴിഞ്ഞു. ഈ സമരം വിജയം കാണുന്നതുവരെ നമുക്ക് തൃശ്ശൂരിൽ കുത്തിയിരിക്കാം. സർക്കാർ ഇടക്കാല ആശ്വാസമല്ല, പ്രഖ്യാപിക്കുന്ന മുഴുവൻ ശമ്പളവും നൽകാൻ തയ്യാറാണെന്ന് അമലയും ജൂബിലിയും ബഹുമാന്യ ബിഷപ്പും പരസ്യമായി പറയുമ്പോൾ 40,000 അടിസ്ഥാന ശമ്പളമാക്കി ഉത്തരവിറക്കും. തൃശ്ശൂരിൽ തുടങ്ങിവെച്ച സമരങ്ങൾ എല്ലാം കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതാണ്. ഈ സമരവും നീതി ലഭിക്കാതെ പിന്മാറില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പൊളിഞ്ഞിരുന്നിട്ട് പറയും ഇവിടെ ഒന്നുമില്ല എന്ന് കൂലിക്കാരൻ പറഞ്ഞു വിടുമ്പോ തിരിച്ചു വിളിച്ചിട്ട് പറയും കൂലിക്കാരോട് നീയല്ല ഇത് പറയണ്ടേ, ഇവിടെ ഇല്ല എന്ന് പറയണ്ട ഞാനാ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പിന്നെയും വിളിച്ചിട്ട് പറയും ഒന്നും തരാനില്ല എന്ന്. ഇതിനു വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് അദ്ദേഹം ചർച്ചയ്ക്ക് വിളിച്ചത്? ഈ പറഞ്ഞ സർക്കാർ സംവിധാനം ഇടപെട്ടാലേ തീരുവുള്ളെങ്കിൽ അവർ ഇടപെടുന്നുണ്ട്. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇന്ന് ചർച്ചകൾ വിളിച്ചുകൊണ്ട് ആ സർക്കാർ സംവിധാനത്തിന്റെ ചർച്ചകളെ പോലും നീളുന്ന തരത്തിൽ ഒരു ചർച്ച ഇവിടെ പ്രകസനമായി നടത്തിയത്? ഇത് തൊഴിലാളികളോടുള്ള തികച്ച വെല്ലുവിളിയാണ്, അവഗണനയാണ്. രേണു, കൂടുതൽ നേഴ്സുമാർ ഈ സമരമുഖത്തുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസം സാധാരണഗതിയിൽ സമരമില്ലാത്തതാണ്. പക്ഷേ ഇവർ ഇന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകും എന്നൊക്കെ കണക്ക് കൂട്ടി വീട്ടിൽ നിന്ന് വന്ന ആളുകളാണ്. ഇവരുടെ അച്ഛനമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇവരെ എല്ലാവരെയും കൂട്ടി ഇവർ വന്നതിന്റെ കാര്യം ഇതിലൊരു പരിഹാരമാകും. അതായത് ഈ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു എന്ന വാർത്ത നമ്മൾ കൊടുക്കുമ്പോഴും ഇവർ അതിൽ വിശ്വസിച്ചിരുന്നില്ല. ഇവർ പറയുന്നത് തങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. പുറത്തുനിന്ന് അകത്തുനിന്ന് പോയ ചർച്ചയ്ക്ക് പോയ ആളുകൾ പുറത്തു വരട്ടെ, അവർ പറയട്ടെ ഇത് തീരുമാനമാകാതെ പിരിഞ്ഞു. കാരണം അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം അവർക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നത്തെ ചർച്ചയിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന അവർ തീർത്തും ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിച്ചിട്ടും പരിഹാരമാകാതെ പോയതുകൊണ്ടാണ് ഇവരൊക്കെ ഈ പ്രതിഷേധത്തിന് വന്നത്. ഈ കുട്ടികളൊക്കെ സമരത്തിന് വന്നതാണോ മോനെ? ആരുടെ കൂടെ സമരത്തിന്? അമ്മയുടെ കൂടെ. അമ്മ കുറെ ദിവസമായി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു ചെറുതിൽ നടക്കാതെ വിളിച്ചിട്ട് 3 മാസമായി അമ്മ കുറെ ദിവസമായി സമരം പോയി ഈ പറഞ്ഞ പുതിയ മിനിമം ബേസിന് വേണ്ടി പോകാമെന്ന്. എന്ത് നെറികെട്ടൻ സംസാരമാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം അടുത്ത കാലത്തെങ്ങും ഒരു ശമ്പള പരിഷ്കരണം നടക്കാൻ പോകുന്നില്ല. കാരണം ഈ പറഞ്ഞ ഇതുവരെ നടത്തിയിട്ടുള്ള ഒറ്റ ശമ്പള പരിഷ്കരണം മുകളിൽ നിന്നെങ്കിലും പറഞ്ഞാൽ മതി. ഇല്ലേ, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമെങ്കിലും അദ്ദേഹം തുറന്നു പറയണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാമെന്ന് പറയണം. അതിനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. കാരണം ഇതിന് ചെയർമാൻ അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ചെയർമാൻ എന്നത് മാത്രം, അല്ലാതെ ഈ ചെയർമാന്റെ കീഴിലാണ് ഞങ്ങളങ്ങനെ ഇപ്പോൾ നിൽക്കുക. കാരണം കരുണയുടെയും മറ്റ് വാത്സല്യങ്ങളും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അതൊന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശക്തമായി ലഭിക്കും വരെ നമ്മൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.